നമസ്കാരം. പ്രധാന വാർത്തകൾ. കാലവർഷക്കെടുതി. പാലക്കാട് ജില്ലയിൽ വൈദ്യുതി മേഖലയിൽ മാത്രം 59.11 ലക്ഷം രൂപയുടെ നഷ്ടം. 0.14 ഹെക്ടർ സ്ഥലത്തെ കൃഷികൾ നശിച്ചു. 4 വീടുകൾ പൂർണ്ണമായും 45 വീടുകൾ ഭാഗികമായും തകർന്നു. ജൂലൈ 30 മുതൽ ആഗസ്റ്റ് 3 വരെയുള്ള കണക്കാണിത്. മഴയുടെ പശ്ചാത്തലത്തിൽ പട്ടാമ്പി നഗരസഭയിൽ ദുരന്ത നിവാരണ ഏകോപന സമിതി ചേർന്നു. കൂടുതൽ മുൻകരുതലുകൾ സ്വീകരിക്കുവാൻ തീരുമാനം. ഏത് അടിയന്തര സാഹചര്യവും നേരിടാൻ സജ്ജമെന്ന ചെയർമാൻ. കോട്ടോപ്പാടം കച്ചേരിപ്പറമ്പിൽ ജനവാസ മേഖലയിൽ വീണ്ടും കാട്ടാന. ആന വീട്ടുമുറ്റത്തു വരെ എത്തിയതായി പ്രദേശവാസികൾ. ദൃശ്യങ്ങൾ മൊബൈലിൽ പകർത്തി നാട്ടുകാർ. 100ഓളം വാഴകൾ ആന നശിപ്പിച്ചു. വാണിയംകുളത്ത് വീണ്ടും തെരുവ് നായ ആക്രമണം. കൂടുപൊളിച്ച് ആടിനെ കടിച്ചു കൊന്നു. ആട്ടിൻകുട്ടികളെയും കടിച്ചു. 10ലധികം തെരുവ് നായ്ക്കൾ ഒന്നിച്ചാണ് ആക്രമണം നടത്തിയതെന്ന് വീട്ടുടമ. ഗ്രാമസഭയ്ക്കെത്തിയവർക്ക് വാർഡ് മെമ്പറുടെ അപ്രതീക്ഷിത സമ്മാനം. അവരവർ ഇരുന്ന കസേരകൾ വീട്ടിലേക്ക് സമ്മാനമായി നൽകി. തെങ്കര പഞ്ചായത്തിലെ 3-ാം വാർഡ് മേലാമുറി അംഗം KP ജഹീഫാണ് അപ്രതീക്ഷിത സമ്മാനം പ്രഖ്യാപിച്ച് ഗ്രാമസഭയ്ക്കെത്തിയവരെ ഞെട്ടിച്ചത്. വിശദമായ വാർത്തകളിലേക്ക്. കാലവർഷക്കെടുതി. പാലക്കാട് ജില്ലയിൽ വൈദ്യുതി മേഖലയിൽ മാത്രം 59.11 ലക്ഷം രൂപയുടെ നഷ്ടം. ജൂലൈ 30 മുതൽ ആഗസ്റ്റ് 3 വരെയുള്ള കണക്കാണിത്. 0.14 ഹെക്ടർ കൃഷിനാശവും ഉണ്ടായി. മഴ ശക്തമായ സാഹചര്യത്തിൽ പാലക്കാട് ജില്ലയിൽ വ്യാപക നാശനഷ്ടങ്ങൾ ഉണ്ടായതായി ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. ജൂലൈ 30 മുതൽ ഓഗസ്റ്റ് 3 വരെയുള്ള കണക്കുകൾ പ്രകാരം വൈദ്യുതി മേഖലയിൽ 59.11 ലക്ഷം രൂപയുടെ നാശനഷ്ടമാണ് കണക്കാക്കുന്നത്. 5 ഹൈ ടെൻഷൻ പോളുകൾക്കും 87 ലോ ടെൻഷൻ പോളുകൾക്കും കേടുപാടുകൾ സംഭവിച്ചു. 2 സ്ഥലങ്ങളിൽ HT ലൈനുകളും 243 ഇടങ്ങളിൽ LT ലൈനുകളും പൊട്ടിവീണു. കാർഷിക മേഖലയിലും കാലവർഷം വലിയ നാശനഷ്ടമാണ് വരുത്തിയിരിക്കുന്നത്. നെമ്മാറ അയിലൂരിൽ 2 തെങ്ങുകളും ചളവറയിൽ 0.1 ഹെക്ടർ കിഴങ്ങുവർഗ വിളകളും ഉൾപ്പെടെ 0.14 ഹെക്ടറിലെ കൃഷി നശിച്ചു. ജൂലൈ 30 മുതൽ ജില്ലയിൽ 4 വീടുകൾ പൂർണ്ണമായും 45 വീടുകൾ ഭാഗികമായും തകർന്നു. അവസാന 24 മണിക്കൂറിൽ പാലക്കാട് താലൂക്കിലെ പെരുവെമ്പ്, കൊടുമ്പ് ജില്ലകളിൽ ഓരോ വീടുകൾ വീതം പൂർണ്ണമായി തകർന്നു. അകത്തേത്തറ, മലമ്പുഴ, അലനല്ലൂർ, തച്ചനാട്ടുകര, അമ്പലപ്പാറ, ചെറുപ്പുളശ്ശേരി, തൃത്താല, കുത്തനൂർ, പെരിങ്ങോട്ടുകുറിശി, മംഗലം ഡാം, തിരുവേഗപ്പുറ തുടങ്ങിയ വില്ലേജുകളിലായി 14 വീടുകൾക്കും ഭാഗികമായി കേടുപാടുകൾ ഉണ്ടായി. നിലവിൽ ജില്ലയിൽ ദുരിതാശ്വാസ ക്യാമ്പുകളൊന്നും പ്രവർത്തിക്കുന്നില്ല. ചെറുപ്പുളശ്ശേരി വില്ലേജിൽപ്പെട്ട കോട്ടക്കുന്നിൽ മണ്ണിടിച്ചൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 2 ഡാമുകളാണ് ജില്ലയിൽ തുറന്നത്. കാഞ്ഞിരപ്പുഴ ഡാമിൽ ജലനിരപ്പ് 95.91 മീറ്ററിലെത്തിയതിനെ തുടർന്ന് 3 ഷട്ടറുകൾ 10 സെന്റിമീറ്റർ വീതം തുറന്നുവിട്ടിട്ടുണ്ട്. വരും ദിവസങ്ങളിലും അതിശക്തമായ മഴയുണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. മഴയുടെ പശ്ചാത്തലത്തിൽ ആവശ്യമായ കൂടുതൽ മുൻകരുതലുകൾ സ്വീകരിക്കുവാൻ പട്ടാമ്പി നഗരസഭയിൽ ദുരന്ത നിവാരണ ഏകോപന യോഗത്തിൽ തീരുമാനം. ടൗണിൽ അഴുക്കുചാൽ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് രൂപപ്പെട്ട കുഴികളിലെ വെള്ളക്കെട്ട് പ്രശ്നം പരിഹരിക്കാനും യോഗത്തിൽ നിർദ്ദേശം നൽകി. നഗരസഭാ ചെയർമാൻ TP ഷാജിയുടെ അധ്യക്ഷതയിലായിരുന്നു യോഗം ചേർന്നത്. മഴയുടെ പശ്ചാത്തലത്തിൽ ഏത് അടിയന്തര സാഹചര്യവും നേരിടാനുള്ള ഒരുക്കങ്ങൾ പട്ടാമ്പി നഗരസഭയിൽ സജ്ജമാണെന്ന് നഗരസഭയിൽ ചേർന്ന ദുരന്ത നിവാരണ ഏകോപന സമിതി യോഗത്തിൽ ബന്ധപ്പെട്ടവർ വ്യക്തമാക്കി. നിലവിൽ സ്വീകരിച്ച മുൻകരുതലുകൾ തുടരും. താലൂക്ക് ഓഫീസിനു പുറമെ ആവശ്യമെങ്കിൽ നഗരസഭയിലും കൺട്രോൾ റൂം ആരംഭിക്കും. മുൻവർഷങ്ങളിൽ ഉണ്ടായതുപോലുള്ള കാലവർഷക്കെടുതികൾ നിലവിൽ സംഭവിച്ചിട്ടില്ല. വൈദ്യുതി ലൈനുകൾക്ക് മുകളിലൂടെ പോകുന്ന മരച്ചില്ലകൾ വെട്ടിമാറ്റാനാവശ്യമായ നടപടികൾ ഉണ്ടാകണമെന്ന് യോഗത്തിൽ ജനപ്രതിനിധികൾ ആവശ്യപ്പെട്ടു. കൃത്യമായിട്ടൊരു ഇതിന്റെ ഫോളോ അപ്പ് ഒരാഴ്ച നടത്തേണ്ടി വരും. കാരണം ഇപ്പോൾ KSEBിയുടെ പ്രശ്നം വെള്ളം സാധാരണ വെള്ളം കയറുന്ന സമയമായി. കഴിഞ്ഞ പ്രാവശ്യം കണ്ടന്തോട് ഇതൊക്കെ നേരെ കൊണ്ടാണ് വെള്ളം കയറാത്തത്. അല്ലെങ്കിൽ ഇപ്പൊ ഞങ്ങളുടെ വാർഡിലൊന്നും എനിക്ക് അവധി ഉണ്ടാവില്ല. അപ്പോൾ ഇനി നമുക്ക് മുന്നോട്ട് പോകണമെങ്കിൽ ഇപ്പോൾ കൺട്രോൾ റൂം മുനിസിപ്പാലിറ്റി താലൂക്ക് ഓഫീസ് തുറന്നിട്ടുണ്ട്. അത് നമ്മൾ മറ്റേ കണക്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ കഴിയും. എന്നാലും 24 മണിക്കൂറും നമ്മുടെ ജാഗ്രത ഉണ്ടാവണം. ഇവിടെ ഓഫീസും തുറക്കും. എന്നാലും മുന്നോട്ട് പോകാൻ കഴിയും. എന്താ പറയാൻ പറ്റില്ല, എപ്പോഴാണ് പെയ്യെന്ന് പറയാൻ പറ്റില്ല. അമ്മാരത്തെ ഈ ക്ലൗഡ് പൊട്ടിയിലൊക്കെ അങ്ങനെ വല്ലാത്ത മേഘവിസ്ഫോടനൊക്കെ തന്നെ പറയുന്നത്. അപ്പൊ അതിനൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം എന്നൊക്കെ പറയാൻ പറ്റും. ടൗണിലെ അഴുക്കുചാൽ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള കുഴികളിൽ വെള്ളം കെട്ടിനിൽക്കുന്ന സാഹചര്യം ഒഴിവാക്കാനാവശ്യമായ നടപടികളും യോഗത്തിൽ സ്വീകരിച്ചു. ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഉടനടി സ്വീകരിക്കാനും നിർദ്ദേശം നൽകി. നഗരസഭാ ചെയർമാൻ TP ഷാജിയുടെ അധ്യക്ഷതയിലായിരുന്നു യോഗം. ജനപ്രതിനിധികൾ, വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. നഗരസഭയിൽ കാലവർഷവുമായി ബന്ധപ്പെട്ടുള്ള സാഹചര്യങ്ങൾ നേരിടാൻ സജ്ജമാണെന്ന് ചെയർമാൻ TP ഷാജി യോഗത്തിന് ശേഷം പറഞ്ഞു.
ഏത് അടിയന്തര സാഹചര്യങ്ങളെ നേരിടാനും അതിനാവശ്യമായ മുൻകൈ എടുക്കാനും മുൻകരുതലെടുക്കാനും യോഗത്തിൽ തീരുമാനിച്ചിട്ടുണ്ട്. 24 മണിക്കൂറും 7 ദിവസവും ഒരുപോലെ പ്രവർത്തിക്കുന്ന രീതിയിലുള്ള കൺട്രോൾ റൂം ഇപ്പൊ നിലവിൽ താലൂക്കിൽ ആരംഭിച്ചിട്ടുണ്ട്. അടിയന്തര സാഹചര്യം ഉണ്ടായാൽ അത് നഗരസഭയിലും ആരംഭിക്കുന്നതിന് ആവശ്യമായ നടപടിക്രമങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. ഇലക്ട്രിസിറ്റിയുടെ നിർദ്ദേശപ്രകാരം ഇലക്ട്രിസിറ്റി കമ്പികൾക്ക് മേലെ ചാഞ്ഞു നിൽക്കുന്ന മരങ്ങളൊക്കെ തന്നെ മുറിച്ചു മാറ്റാൻ ആവശ്യമായ നടപടിക്രമങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. ഫയർഫോഴ്സിന്റെ ഉദ്യോഗസ്ഥർ ഏത് സമയത്തും ഏത് അടിയന്തര സാഹചര്യം നേരിടാൻ ആവശ്യമായ സാധന സാമഗ്രികളൊക്കെ അവർ ലഭ്യമാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ തഹസിൽദാർ എല്ലാ ദിവസവും വളരെ കൃത്യമായി ഇത്തരം പ്രവർത്തനങ്ങളെ മോണിറ്റർ ചെയ്യുന്നുണ്ട്. ഈ വെള്ളിയാങ്കല്ല് ഷട്ടർ തുറക്കാൻ ആവശ്യമായ നടപടിക്രമങ്ങളും അതിന്റെ നിർദ്ദേശങ്ങളും അദ്ദേഹം നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള പ്രവർത്തനം കൊണ്ട് തന്നെ പട്ടാമ്പിയിൽ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി പുഴയിലേക്ക് വെള്ളം കയറുകയോ അതല്ലെങ്കിൽ മറ്റുള്ള നാശനഷ്ടങ്ങളോ ഉണ്ടായിട്ടില്ല. മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനത്തിന്റെ ഭാഗമായി പട്ടാമ്പി നഗരസഭ മാസങ്ങൾക്ക് മുമ്പ് തന്നെ അതിന്റെ പ്രവർത്തനങ്ങളൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. എല്ലാ വാർഡുകളിലേക്കും ഒരു 30,000 രൂപ വീതം നൽകിക്കൊണ്ട് മണ്ണും നീക്കം ചെയ്യാനും അതുപോലെ തന്നെ തോടുകൾ വൃത്തിയാക്കാൻ ആവശ്യമായ നടപടിക്രമങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇത്തവണ ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഇല്ലാത്ത രീതിയിൽ ഈ ഒരു മഴക്കാലം കടന്നു മുന്നോട്ട് പോകാൻ കഴിയും എന്ന് തന്നെയാണ് പ്രതീക്ഷ. കോട്ടോപ്പാടം കച്ചേരിപ്പറമ്പ് ജനവാസ മേഖലയിൽ വീണ്ടും കാട്ടാന ഇറങ്ങി. ചൊവ്വാഴ്ച പുലർച്ചെ 6 മണിയോടെ ആന കുന്നശ്ശേരി നെല്ലിക്കുന്ന് റോഡ് മുറിച്ചു കടക്കുന്ന ദൃശ്യങ്ങൾ സമീപവാസികൾ പകർത്തിയിരുന്നു. രാത്രി നാട്ടിലിറങ്ങിയ ശേഷം പുലർച്ചെ 6:30യോടെ പൂളക്കുന്ന് ഭാഗത്തു നിന്നും കുന്നശ്ശേരി നെല്ലിക്കുന്ന് റോഡ് മുറിച്ചു കടന്ന സ്വകാര്യ ഉടമസ്ഥതയിലുള്ള കവുങ്ങുംതോപ്പിലൂടെ അനായാസം ആന വനത്തിനുള്ളിലേക്ക് നീങ്ങുന്ന ദൃശ്യവും ഇതേ ആന പിന്നീട് വീടിന്റെ മുറ്റത്ത് എത്തിയ കാഴ്ചയും പ്രദേശവാസികളാണ് മൊബൈൽ ഫോണിൽ പകർത്തിയത്. പട്ടാപ്പകൽ ആന വീട്ടുമുറ്റം വരെ കയറിയത് പ്രദേശവാസികളെ ആശങ്കയിലാക്കിയിട്ടുണ്ട്. റബ്ബർ ടാപ്പിംഗ് തൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവർ ധാരാളമായി പോകുന്ന സമയത്താണ് ആന റോഡ് മുറിച്ചു കിടക്കുന്നത്. വെള്ളാരംകുന്നിൽ വാഴകൃഷി ചെയ്തിരുന്ന വട്ടത്തൊടി കുഞ്ഞിക്കോയയുടെ 100ഓളം വാഴ ആന നശിപ്പിച്ചു. കച്ചേരിപ്പറമ്പ് കുന്നശ്ശേരി നെല്ലിക്കുന്ന് റോഡ് മുറിച്ചു കടന്നുള്ള ആനകളുടെ സഞ്ചാരം പതിവാണ്. വാണിയംകുളത്ത് വീണ്ടും തെരുവുനായ ആക്രമണം. കൂടുപൊളിച്ച് ആടിനെ കടിച്ചു കൊന്നു. ആട്ടിൻകുട്ടികളെ കടിച്ചു പരിക്കേൽപ്പിച്ചു. നോർത്ത് റോഡ് കല്ലിങ്കൽ അബൂ താഹിറിന്റെ ആടുകളെയാണ് തെരുവുനായ ആക്രമിച്ചത്. ചൊവ്വാഴ്ച പുലർച്ചെ 2 മണിയോടെ കൂടുപൊളിച്ച് അകത്ത് കടന്നായിരുന്നു നായ്ക്കളുടെ ആക്രമണം. 10-ലധികം വരുന്ന തെരുവു നായ്ക്കൾ ഒന്നിച്ചെത്തിയാണ് ആക്രമിച്ചതെന്ന് അബൂ താഹിർ പറഞ്ഞു. കടിയേറ്റതിൽ ഒരു ആട്ടിൻകുട്ടിയുടെ ആന്തരിക അവയവങ്ങൾ പുറത്തുവന്ന നിലയിലാണ്. ഇതിന്റെ ആരോഗ്യാവസ്ഥ അതീവ ഗുരുതരമായി തുടരുകയാണ്. ദിവസങ്ങൾക്ക് മുൻപ് ഇതേ വാർഡിൽ തന്നെയുള്ള മറ്റൊരു തൊഴുത്തിലെ പശുക്കുട്ടിയെയും തെരുവു നായ്ക്കൾ കടിച്ചുകൊന്നിരുന്നു. പ്രദേശത്ത് നായശല്യം രൂക്ഷമായിട്ടും ബന്ധപ്പെട്ട അധികൃതർ യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്ന് ആക്ഷേപമുണ്ട്. 3 ആടും 3 കുട്ടികളും ഉള്ളത്. അപ്പോൾ രാത്രി 2-2:30 കൂടിയിട്ട് ആണ് ഈ കൂട് പൊളിച്ചിട്ട് ഉള്ളിൽ കയറിയിട്ട് ആടിനെ കടിച്ചത്. അതിലൊരാട് ചാവും ചെയ്തു. ഒരു കുട്ട കുടല് പുറത്ത് വന്നിരിക്കുന്നു. 2 കുട്ടികൾക്ക് നല്ല പരിക്കുണ്ട്. വലിയ ആടിനും കടി കിട്ടിയിരുന്നു. എത്ര നായ്ക്കൾ ഉണ്ടായിട്ടുണ്ടാവും? അതൊരു 10-15 മേലെ ഉണ്ടാവും. കൂട്ടത്തോടെ കയറി വന്നിട്ട് അതിക്രമിച്ചിരിക്കുകയാണ്. അത് ഇരുമ്പിൻ്റെ അതിൽ ഈ ഡോറ് പൊളിച്ചിട്ട് ഇതിൻ്റെ കമ്പി പൊട്ടിയിട്ടാണ് ഉള്ളിലേക്ക് കയറിയിരിക്കുന്നത് ഒരു നായ. അതിൽ ആട് പുറത്ത് ചാടിയപ്പോൾ ബാക്കി നായക്കൾ ആക്രമിച്ചിരിക്കുകയാണ്. അതാണ് ഇത് ശാപം കാരണം. കൂടിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ആട്ടുകുട്ടികൾക്കൊക്കെ കടി കിട്ടുകയും ചെയ്തു. തെരുവുനായ ഭീഷണിക്ക് അടിയന്തര പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. 15 ഗ്രാം MDMA-യുമായി യുവാവിനെ കാറൽമണ്ണ 29 വെച്ച് ചെറുപ്പശ്ശേരി പോലീസും ഡാൻസ് ഓഫ് സംഘവും ചേർന്ന് പിടികൂടി. മലപ്പുറം മൂർക്കനാട് കൊളത്തൂർ പള്ളിയാലിൽ കളത്തിൽ വീട്ടിൽ മുഹമ്മദ് ഷാനിലാണ് അറസ്റ്റിലായത്. ബൈക്കിൽ സഞ്ചരിച്ച് ലഹരി വിൽപ്പന നടത്തുന്നുണ്ടെന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് ഇയാൾ പിടിയിലായത്. ഇയാൾ സഞ്ചരിച്ച മോട്ടോർ ബൈക്കും മൊബൈലും പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട്. SI അഖിൽ രാജിന്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. മെഡിക്കൽ പരിശോധനയ്ക്കും മറ്റ് തെളിവെടുപ്പിനും ശേഷം ഇയാളെ കോടതിയിൽ ഹാജരാക്കി. തെങ്കര ഗ്രാമപഞ്ചായത്തിൽ വാർഡ് തല വ്യക്തിഗത ആനുകൂല്യങ്ങൾക്കുള്ള ഗ്രാമസഭയിലെത്തിയവർ പഞ്ചായത്ത് അംഗത്തിന്റെ പ്രഖ്യാപനത്തിൽ ഞെട്ടി. വാർഡ് 3 മേലാമുറി പഞ്ചായത്ത് അംഗം KP ജഹീഫാണ് ഗ്രാമസഭ കഴിഞ്ഞതും അപ്രതീക്ഷിത സമ്മാനം പ്രഖ്യാപിച്ച് വോട്ടർമാരെ ഞെട്ടിച്ചത്. ഗ്രാമസഭ കൂടാനിരുന്ന പുതിയ ഇരിപ്പിടങ്ങൾ അവരവർക്ക് വീട്ടിൽ കൊണ്ടുപോയി തുടർന്നും ഉപയോഗിക്കാമെന്നും ഇത് ഗ്രാമസഭയ്ക്കെത്തിയവർക്കുള്ള സമ്മാനമാണെന്നും പഞ്ചായത്ത് അംഗം പറഞ്ഞു.
അമ്മച്ചി കുഴപ്പമില്ല, അമ്മച്ചി വീട്ടിലേക്ക് വരാം. ഇനി നിങ്ങൾ ഇരുന്ന ഇരിപ്പിടങ്ങളുമായിട്ട് നിങ്ങൾക്ക് തിരികെ വീട്ടിലേക്ക് പോകാം. അതാണ് നിങ്ങളുടെ ഗ്രാമസഭ സമ്മാനം. എന്തായാലും സമൂഹത്തിൽ ഗ്രാമസഭയ്ക്ക് നന്ദി പറയുന്നത്, അത് ഞാൻ പറയുന്നത് ഗ്രാമസഭയിൽ പങ്കെടുത്ത മുഴുവൻ ആളുകൾക്കും, പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള മുഴുവൻ ആളുകൾക്കും നിങ്ങൾക്ക് ഞാൻ എൻ്റെ ഹൃദയത്തിൽ നിന്ന് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ പരിപാടി അവസാനിപ്പിക്കുന്നു. പഞ്ചായത്ത് പ്രസിഡന്റിനും അതുപോലെ തന്നെ വേദിയിലിരിക്കുന്ന ആളുകൾക്കും സ്കൂളുമായിട്ട് പോകാം. പ്രത്യേകിച്ച് മാധ്യമപ്രവർത്തകർ. തെങ്കര പഞ്ചായത്ത് മേലാമുറി വാർഡ് എല്ലാ പ്രവർത്തനങ്ങളിലും ഒരൽപ്പം മുന്നിലാണ്. തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ഏറ്റവും കൂടുതൽ തൊഴിൽ ദിനങ്ങൾ നൽകിയ വാർഡും മേലാമുറിയാണ്. കിടപ്പ് രോഗികൾക്ക് ആവശ്യമായ എല്ലാ ഉപകരണങ്ങളും മെമ്പറുടെ ഓഫീസിലെത്തിയാൽ സൗജന്യമായി ഉപയോഗിക്കാം. ഏറ്റവും കൂടുതൽ ജനപങ്കാളിത്തമുള്ള ഗ്രാമസഭയും മേലാമുറി വാർഡിലായിരുന്നു. വ്യക്തിഗത ആനുകൂല്യത്തിനുള്ള അർഹരെ കണ്ടെത്താനുള്ള ഗ്രാമസഭയിൽ 150ഓളം പേർ പങ്കെടുത്തു. ആനുകൂല്യ അപേക്ഷാ ഫോറം എല്ലാ വീടുകളിലും എത്തിക്കാനും പൂരിപ്പിക്കാൻ അറിയാത്തവർക്ക് മെമ്പറായ KP ജഹീഫിന്റെ ഓഫീസിലെ ജീവനക്കാർ പൂരിപ്പിച്ചു നൽകുകയും ചെയ്തു. പഞ്ചായത്ത് അംഗം K ഷീന ഗ്രാമസഭ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്തിലെ രണ്ടാമത്തെ ഗ്രാമസഭയിൽ അതിലിപ്പോ 10 രൂപീകരണത്തിന്റെ ഭാഗമായിട്ടുള്ള ഗ്രാമസഭയും ഗുണഭോക്താക്കളെ തെരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിപ്പോ വിശദമായിട്ട് തന്നെ നമുക്ക് മെമ്പർ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നു. ഇനിയിപ്പോ അതിനെക്കുറിച്ച് കൂടുതലൊന്നും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. എങ്ങനെ പൂരിപ്പിക്കേണ്ടത്, എന്താ ചെയ്യേണ്ടതെന്നൊക്കെ മെമ്പറിന് എല്ലാ കാര്യം ക്ലിയർ ആയിട്ട് നമുക്ക് പറഞ്ഞു തന്നു. അപ്പൊ മെമ്പർ പറഞ്ഞ പോലെ തന്നെ തെറ്റ് കൂടാതെ നല്ലപോലെ ഫോമൊക്കെ വായിച്ച് പൂരിപ്പിച്ചിട്ട് കൊടുക്കുക. ഒരാള് ഒരു ഫോമില് ഒരെണ്ണം എഴുതുക, 2-3 ഫോമായിട്ട് എഴുതരുത്. നിങ്ങളുടെ ഗ്രാമസഭ പോയപ്പോൾ തന്നെ എന്റെ വാർഡിലൊക്കെ ഒരു ഫോമിൽ തന്നെ 2-3 ആൾക്കാർ എഴുതി തന്നിട്ടുണ്ട്. അതുപോലെ ഫോൺ നമ്പർ എഴുതാൻ വിട്ടു പോയവരുണ്ട്. അപ്പൊ അതൊക്കെ നല്ലപോലെ ആലോചിച്ചിട്ട് ലാസ്റ്റ് ഗ്രാമസഭയാണ്. വാർഡ് മെമ്പർ KP ജഹീഫ് അധ്യക്ഷത വഹിച്ചു. വ്യക്തിഗത ആനുകൂല്യങ്ങളെക്കുറിച്ച് ബോധവൽക്കരണവും നടത്തി. നിങ്ങളുടെ എല്ലാവരുടെയും വീടുകളിൽ ഇതിന്റെ ഫോമുകൾ എത്തിച്ചിട്ടുണ്ട്. അത് തൊഴിലുറപ്പ് സൈറ്റിലാണെങ്കിലും തൊഴിലുറപ്പിന് പോവാത്ത ആളുകളുണ്ടെങ്കിൽ അവരുടെ വീടുകളാണെങ്കിലും വാർഡിലെ മുഴുവൻ വീടുകളിലും നമ്മൾ ഇതിന്റെ ഫോമുകൾ വിതരണം ചെയ്തിട്ടുണ്ട്. ആ ഫോമുകളെല്ലാം ഓരോ നമ്പർ ഇട്ട് നമ്മൾ ഫോം നൽകുകയും ഫോം കൃത്യമായി നിങ്ങളുടെ വീട്ടിൽ കിട്ടിയെന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി നിങ്ങളുടെ കയ്യിൽ നിന്ന് നിങ്ങളുടെ പേരും ഒപ്പും ശേഖരിച്ചിട്ടാണ് ഇത് എത്തിച്ചു തന്നിട്ടുള്ള ആളുകൾ തിരിച്ചു വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വാർഡിലെ മുഴുവൻ വീടുകളിൽ നമ്മുടെ ഫോമുകൾ എത്തിയിട്ടുണ്ടാവും എന്ന് തന്നെയാണ് എൻ്റെ പൂർണ്ണമായ പ്രതീക്ഷ. ഏതെങ്കിലും സാഹചര്യത്തിൽ ഫോമുകൾ എത്തിയിട്ടില്ലെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം? ഇന്നത്തെ ഈ ഗ്രാമസഭയിൽ നിങ്ങൾക്ക് അതിന്റെ ഫോമുകൾ മേടിക്കാം. 150ഓളം പേർ പങ്കെടുത്ത ഗ്രാമസഭയിലേക്ക് എത്തിയവർക്കെല്ലാം സഭയ്ക്ക് ശേഷം അപ്രതീക്ഷിത സമ്മാനവും നൽകി. ഗ്രാമസഭയിൽ വോട്ടർമാർ ഇരുന്ന പുതിയ ഇരിപ്പിടങ്ങൾ അവരവർക്ക് വീട്ടിൽ കൊണ്ടുപോയി തുടർന്നും ഉപയോഗിക്കാമെന്ന പ്രഖ്യാപനം ഏറെ കരഘോഷത്തോടെയാണ് വോട്ടർമാർ സ്വീകരിച്ചത്. ഞങ്ങളുടെ മെമ്പർ എന്തെങ്കിലും ഒരു സമ്മാനം തങ്ങൾക്ക് നൽകുമെന്ന് പ്രതീക്ഷിച്ചതാണെന്ന് പങ്കെടുത്തവർ പറഞ്ഞു. ഞങ്ങൾക്ക് തലയിലുള്ള കവറ് സമ്മാനിച്ചു, പിള്ളേർക്ക് ബാഗ് അങ്ങനെ ഒരുപാട് സഹായങ്ങൾ ചെയ്തിട്ടുണ്ട്. പിന്നെ റോഡ് സൈഡ് കാട് വെട്ടി അങ്ങനെ ഒരുപാട്. കോർഡിനേറ്റർ ഷനൂജ, അസിസ്റ്റന്റ് കോർഡിനേറ്റർ പ്രിജിൻ, ADS, CDS അംഗങ്ങൾ, പ്രതീക്ഷ പാലിയേറ്റീവ് കമ്മിറ്റി അംഗങ്ങൾ, പഞ്ചായത്ത് അംഗം അൻവർ മണലടി എന്നിവർ ഗ്രാമസഭയിൽ പങ്കെടുത്തു. പന്ത്രണ്ട് വർഷത്തെ മോദിയുടെ BJP ഭരണത്തിൽ 10 ലക്ഷം പേർ രാജ്യത്ത് ആത്മഹത്യ ചെയ്തിട്ടുണ്ടെന്ന് അഖിലേന്ത്യാ കിസാൻ സഭ ജനറൽ സെക്രട്ടറി ഡോക്ടർ വിജു കൃഷ്ണൻ പറഞ്ഞു. കേരള കർഷക സംഘം ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി കാർഷിക മേഖലയും കോർപ്പറേറ്റുകളും എന്ന വിഷയത്തിൽ പട്ടാമ്പി കുട്ടനാട് നടന്ന സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്ത് പട്ടിണി മരണങ്ങൾ വർദ്ധിച്ചു വരികയാണെന്നും കേരളത്തിൽ ASEAN കരാറിന്റെ ഭാഗമായി നിരവധി കർഷകർ ആത്മഹത്യ ചെയ്തെന്നും സ്വതന്ത്ര വ്യാപാര കരാർ രാജ്യത്തെ കർഷകരെ മുച്ചൂടും മുടിച്ചുവെന്നും ഡോക്ടർ വിജു കൃഷ്ണൻ പറഞ്ഞു. കഴിഞ്ഞ 12 വർഷങ്ങൾക്കിടയിൽ മോദി സർക്കാരിന്റെ കണക്ക് പ്രകാരം 5 ലക്ഷത്തിലധികം കർഷകരും കർഷക തൊഴിലാളികളും ദിവസക്കൂലിക്ക് തൊഴിൽ എടുക്കുന്നവരും ആത്മഹത്യ ചെയ്തു എന്നാണ് മോദി സർക്കാരിന്റെ കണക്ക്.
നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്ക്. ഇതിനേക്കാളും ഭയാനകമാണ് സത്യാവസ്ഥ. എന്തെന്നാൽ നിരവധി സംസ്ഥാനങ്ങൾ സത്യം തുറന്നു പറയാൻ തയ്യാറല്ല. പശ്ചിമ ബംഗാളിലും ബീഹാറിലും ഗുജറാത്തിലൊക്കെ നിരവധി ആത്മഹത്യകൾ ഉണ്ടെങ്കിലും നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ രജിസ്റ്ററിൽ ഒരു ആത്മഹത്യയും ഇല്ല എന്നാണ് കാണിക്കുന്നത്. ദിവസക്കൂലിക്ക് തൊഴിലെടുക്കുന്ന തൊഴിലാളികൾ, ഗ്രാമങ്ങളിൽ നിന്ന് നഗരങ്ങളിലോട്ട് തൊഴിൽ തേടി വരുന്ന പലായനം ചെയ്തു വരുന്നവർ 3.5 ലക്ഷത്തിലധികം തൊഴിലാളികളാണ് ഈ 12 വർഷങ്ങൾക്ക് ഇടയിൽ ആത്മഹത്യ ചെയ്തു എന്നാണ് മോദി സർക്കാരിന്റെ കണക്ക്. ഇതിൽ 12 സംസ്ഥാനങ്ങളിലെ കണക്ക് മാത്രമേ ഉള്ളൂ. അപ്പോ ശരിക്കുള്ള സ്ഥിതി എത്രത്തോളം ഭയാനകമായിരിക്കും. 5 ലക്ഷമല്ല, ചുരുങ്ങിയത് 10 ലക്ഷമെങ്കിലും കർഷകരും കർഷക തൊഴിലാളികളും ഇന്ത്യയിൽ ആത്മഹത്യ ചെയ്യേണ്ടി വന്നു ഈ 12 വർഷങ്ങൾക്കിടയിൽ എന്നാണ്. ജില്ലാ കമ്മിറ്റി അംഗം കെ ജയദേവൻ വിഷയം അവതരിപ്പിച്ചു. സംഘാടക സമിതി ചെയർമാൻ ടി പി മുഹമ്മദ് അധ്യക്ഷനായി. ജില്ലാ സെക്രട്ടറി MR മുരളി, ജില്ലാ പ്രസിഡന്റ് KD പ്രസേനൻ, CPIM ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ TK നാരായണദാസ്, PN മോഹനൻ, കർഷക സംഘം സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ ജോസ് മാത്യൂസ്, ശോഭന പ്രസാദ്, ജില്ലാ കമ്മിറ്റി അംഗം U അജയകുമാർ, ജില്ലാ നിർവാഹക സമിതി അംഗം A കൃഷ്ണകുമാർ, ഏരിയ സെക്രട്ടറി PK ബാലചന്ദ്രൻ, പ്രസിഡന്റ് KA ഷംസു എന്നിവർ സംസാരിച്ചു. മുതിർന്ന നേതാവ് C അച്യുതനെ ഡോക്ടർ വിജു കൃഷ്ണൻ ആദരിച്ചു. ഇടവേള. വാർത്തകൾ തുടരുന്നു. മണ്ണാർക്കാട് നഗരത്തിൽ ദേശീയപാതയുടെ അനുമതിയില്ലാതെ സ്വകാര്യ ഏജൻസി പരസ്യ ബോർഡുകൾ സ്ഥാപിച്ച സംഭവം വിവാദമായ സാഹചര്യത്തിൽ ദേശീയപാത അധികൃതർ പരിശോധന നടത്തി. ബോർഡ് സ്ഥാപിക്കാൻ NH വിഭാഗം അനുമതി നൽകിയിട്ടില്ലെന്നും നടപടി ഉണ്ടാകുമെന്നും അധികൃതർ അറിയിച്ചു. ബോർഡുകൾ നീക്കാത്തതിനെതിരെ ശക്തമായ പ്രതിഷേധവുമായി രംഗത്ത് വരുമെന്ന് വ്യാപാരി നേതാക്കൾ പറഞ്ഞു. നഗരത്തിൽ ദേശീയപാത സ്വകാര്യ ഏജൻസി പരസ്യ ബോർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. നഗരസഭയുടെയോ ദേശീയപാത അധികൃതരുടെയോ അനുമതിയില്ലാതെയാണ് ബോർഡുകൾ സ്ഥാപിച്ചതെന്നും ഇവ അടിയന്തരമായി നീക്കം ചെയ്യണമെന്നും കഴിഞ്ഞ താലൂക്ക് വികസന സമിതി യോഗത്തിൽ സമിതി അംഗം PR സുരേഷ് ആവശ്യപ്പെട്ടിരുന്നു. 2022 സ്വകാര്യ ഏജൻസി ബോർഡുകൾ സ്ഥാപിച്ചു തുടങ്ങിയത്. ഏജൻസിയും നഗരസഭയും തമ്മിൽ എഗ്രിമെന്റ് പോലുമില്ലാതെ നൽകിയ വർക്ക് ഓർഡറിന്റെ ബലത്തിലാണ് ബോർഡുകൾ സ്ഥാപിച്ചിരിക്കുന്നത്. ഇതിൽ നിന്ന് നഗരസഭയ്ക്ക് 1 രൂപ പോലും വരുമാനം ലഭിക്കുന്നില്ല. ദേശീയപാതയോരത്തെ ബോർഡുകൾ മാറ്റണമെന്ന ഹൈക്കോടതി വിധിയുടെ ലംഘനമാണ് മണ്ണാർക്കാട് നടക്കുന്നതെന്നായിരുന്നു വികസന സമിതിയിൽ ഉയർന്ന ആരോപണം. അടിയന്തരമായി ബോർഡുകൾ മാറ്റുമെന്ന് ദേശീയപാത വിഭാഗം പ്രതിനിധി സഭയെ അറിയിക്കുകയും ചെയ്തു. നഗരത്തിൽ സ്ഥാപിച്ച വലിയ ബോർഡുകൾ വ്യാപാര സ്ഥാപനങ്ങൾക്കും വഴിയാത്രക്കാർക്കും ബുദ്ധിമുട്ടുണ്ടാകുന്നുവെന്ന് ആരോപിച്ച് വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജനുവരിയിൽ നൽകിയ പരാതിക്ക് ഇതുവരെ പരിഹാരമായിരുന്നില്ല. ഇതേ തുടർന്ന് ദേശീയപാത അധികൃതർക്കും പരാതി നൽകിയിരുന്നു. ഇതിന്റെയെല്ലാം അടിസ്ഥാനത്തിലാണ് അധികൃതർ നഗരത്തിൽ പരിശോധന നടത്തിയത്. ബോർഡുകൾ സ്ഥാപിച്ചത് NHന്റെ അനുമതിയോടെയല്ലെന്ന് NH അധികൃതർ പറഞ്ഞു. ഇവ നീക്കം ചെയ്യാനുള്ള നടപടിയുമായി മുന്നോട്ടു പോകും. ബോർഡുകളിൽ നഗരസഭയെന്ന് കാണുന്നത് കൊണ്ടാണ് നഗരസഭാ സെക്രട്ടറിയുമായി ആശയവിനിമയം നടത്തും. ബോർഡുകൾ നീക്കം ചെയ്യാനുള്ള എസ്റ്റിമേറ്റ് നൽകിയിട്ടുണ്ടെങ്കിലും ഫണ്ട് അനുവദിച്ചിട്ടില്ല. ഇത് ലഭിക്കുന്ന മുറയ്ക്ക് നീക്കം ചെയ്യും. അതേസമയം ബോർഡ് സ്ഥാപിച്ച ഏജൻസി NHനെ കൂടി കക്ഷി ചേർത്ത് കോടതിയിൽ സമീപിച്ചിട്ടുണ്ട്. ഇക്കാര്യത്തിൽ കോടതിയുടെ ഇടപെടൽ കൂടി പരിശോധിക്കേണ്ടി വരുമെന്നും അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ബേസിൽ ചെറിയാൻ, AE ഹേമമാലിനി, ഓവർസിയർ K ശ്രീദേവി എന്നിവർ അറിയിച്ചു. അതേസമയം ബോർഡുകൾ സ്ഥാപിച്ചതിൽ ദുരൂഹതയുണ്ടെന്നും ബോർഡ് സ്ഥാപിച്ചതുമായി ബന്ധപ്പെട്ട് പരസ്പര വിരുദ്ധമായ നടപടികളാണ് നഗരസഭ നൽകുന്നതെന്നും വ്യാപാരി നേതാക്കൾ പറഞ്ഞു. അനുമതിയില്ലെന്ന് ജനപ്രതിനിധികൾ പറയുമ്പോൾ വർക്ക് ഓർഡർ നൽകിയിട്ടുണ്ടെന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. എഗ്രിമെന്റ് ഇല്ലാതെ വർക്ക് ഓർഡർ നൽകിയതുൾപ്പെടെ ചൂണ്ടിക്കാട്ടി വിജിലൻസിന് പരാതി നൽകും. പ്രത്യക്ഷ സമരത്തിനും നേതൃത്വം നൽകുമെന്ന് നേതാക്കൾ പറഞ്ഞു. കഴിഞ്ഞ ജനുവരി മാസത്തിലാണ് മണ്ണാർക്കാട് ടൗണിലെ ബാരിക്കേഡിൽ അനധികൃതമായിട്ട് 200-ലധികം ബോർഡുകൾ സ്ഥാപിക്കപ്പെട്ടത്. വ്യാപാരി വ്യവസായിയുടെ നേതൃത്വത്തിൽ ഈ ബോർഡുകൾക്കെതിരെ ഒരു പരാതി മുനിസിപ്പാലിറ്റിയിൽ കൊടുത്തിരുന്നു. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ അത് കൗൺസിലിൽ ചർച്ച ചെയ്തപ്പോൾ കിട്ടിയ കൗൺസിലിൽ നിന്നുള്ള മറുപടി എന്ന് പറയുന്നത് മുനിസിപ്പാലിറ്റിയുടെ അംഗീകാരത്തോട് കൂടിയല്ല ആ ബോർഡുകൾ വെച്ചതെന്നും അത് നീക്കം ചെയ്യാനുള്ള തീരുമാനം കൗൺസിൽ എടുത്തു എന്നുള്ളതുമാണ്. എന്നാൽ പിന്നീടും ഇതിൻ്റെ തീരുമാനമാകാത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ബഹുമാനപ്പെട്ട സെക്രട്ടറിയെ കണ്ട് ഇതിൻ്റെ കാര്യങ്ങൾ അന്വേഷിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്
കൗൺസിലിൽ പറഞ്ഞ പോലെ അല്ല കാര്യങ്ങൾ. ഇത് കൃത്യമായി ഇതിന് വർക്ക് ഓർഡർ കൊടുത്തിട്ടാണ് ഇത്തരം ബോർഡുകൾ ഒരു സ്വകാര്യ ഏജൻസി സ്ഥാപിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ആ വർക്ക് ഓർഡർ ക്യാൻസൽ ചെയ്തിട്ട് മാത്രമേ ഈ ബോർഡ് എടുക്കാൻ കഴിയൂ എന്നുള്ള രീതിയിലാണ് സെക്രട്ടറി സംസാരിച്ചത്. ആകപ്പാടെ ഒരു ദുരൂഹമായ ഒരു മറുപടിയാണ് പലരിൽ നിന്നും ഈ വിഷയത്തിൽ കിട്ടുന്നത്. തീർത്തും അനധികൃതമായിട്ട് 200-ലധികം ബോർഡ് മണ്ണാർക്കാട് നഗരത്തിൽ സ്ഥാപിക്കപ്പെടുകയും 1 രൂപ പോലും മുനിസിപ്പാലിറ്റിക്ക് വരുമാനമില്ല എന്ന് പറയുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ് നിലവിലുള്ളത്. വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ NH പരാതി കൊടുത്തിരുന്നു. NHന്റെ അതിർത്തിയുടെ ഇന്ന് ഈ ബോർഡുകൾ വന്ന് പരിശോധിക്കുകയും തീർത്തും അനധികൃതമായി നിർമ്മിതമായ ഒരു ബോർഡുകളാണ് എന്നും കൃത്യമായ അളവോ മറ്റു കാര്യങ്ങളോ ഇതിനില്ല എന്നുള്ളതും എയും ഇവിടെ പറഞ്ഞു. പക്ഷെ അവർക്കുള്ള ഒരു പരിമിതി എന്ന് പറയുന്നത് ഈ ബോർഡ് എടുക്കാനുള്ള ഒരു ഫണ്ട് അവർക്കില്ല. എത്രയും പെട്ടെന്ന് തന്നെ ഈ ഫണ്ടിനുള്ള അലോട്ട്മെന്റ് വരുത്തി ആ ബോർഡ് നീക്കം ചെയ്യുമെന്നാണ് അവർ അറിയിച്ചത്. ആനമങ്ങാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കിഫ്ബി ഫണ്ടിൽ നിന്ന് 3,90,00,000 രൂപ വിനിയോഗിച്ച് നിർമ്മിച്ച പുതിയ കെട്ടിടങ്ങൾ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി N. ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. കരിയർ ദിനാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനവും ഇതോടൊപ്പം നടന്നു. ആനമങ്ങാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹൈസ്കൂൾ വിഭാഗത്തിൽ 2 നിലകളോട് കൂടിയ കെട്ടിടമാണ് പുതുതായി നിർമ്മിച്ചത്. ഈ കെട്ടിടത്തിൽ ഓഡിറ്റോറിയവും 8 ക്ലാസ് മുറികളും 2 ലാബും ലൈബ്രറിയും ഉൾപ്പെടും. ഹയർ സെക്കൻഡറി വിഭാഗത്തിന് 2 ക്ലാസ് മുറികളോട് കൂടിയ കെട്ടിടവും പുതുതായി നിർമ്മിച്ചു. പൊതുമരാമത്ത് കെട്ടിട വിഭാഗം കോൺട്രാക്ടർ യു അബ്ദുൾ ഗഫൂറിന്റെ നേതൃത്വത്തിലാണ് പണി പൂർത്തീകരിച്ചത്. തിങ്കളാഴ്ച വൈകിട്ട് നടന്ന ചടങ്ങിൽ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി N. ഷംസുദ്ദീൻ പുതിയ കെട്ടിടങ്ങൾ ഉദ്ഘാടനം ചെയ്തു. നജീബ് കാന്തപുരം MLA ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. കരിയർ ദിനാചരണ പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനവും ഇതോടൊപ്പം നടന്നു. ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ ജോയിന്റ് ഡയറക്ടർ അഷ്റഫ് KK കരിയർ ദിനാചരണ പദ്ധതി വിശദീകരിച്ചു. സ്കൂളിലെ SSLC, ഹയർ സെക്കൻഡറി പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ അനുമോദിച്ചു. നിങ്ങൾക്ക് നല്ല കഴിവുണ്ട്, നല്ല കാലിബർ ഉണ്ട്, നല്ല ശേഷിയുണ്ട്. അതൊന്നും ഇല്ലാതെ ഫുൾ A+ കിട്ടൂല. അങ്ങനെ ഫുൾ A+ കിട്ടിയ നിങ്ങൾ നല്ല ലക്ഷ്യബോധത്തോടു കൂടി നല്ല ഫോക്കസ് ചെയ്തിട്ട്, ഞാൻ നേരത്തെ പറഞ്ഞ ഈ കരിയർ ദിനാചരണത്തിൽ ഇതിന് പ്രസക്തിയുണ്ട്. നിങ്ങൾ എവിടെ എത്തിയാൽ നിങ്ങൾ കൂടുതൽ ശോഭിക്കും, എനിക്ക് ഏത് മേഖലയിലാണ് നന്നായി ശോഭിക്കാൻ കഴിയുക എന്ന് നിങ്ങളെപ്പോലെ തിരിച്ചറിയുന്ന ആള് വേറെ ഇല്ല നിങ്ങളുടെ കാര്യത്തിൽ. അപ്പൊ അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ ഡെസ്റ്റിനേഷൻ പോയിന്റ് തിരഞ്ഞെടുക്കുക. ആ ഡെസ്റ്റിനേഷൻ പോയിന്റിലേക്കുള്ള യാത്രയാണ് ഇനി ഇവിടെ നിന്ന് നിങ്ങൾ ആരംഭിക്കുന്നത്. അതിന്റെ വഴികളിൽ നിങ്ങൾ ഇങ്ങനെ കൈ വഴി പിരിഞ്ഞു പോകും. SLC വരെ നിങ്ങൾ എല്ലാം പഠിക്കും, എല്ലാവരും എല്ലാ സബ്ജക്റ്റും പഠിക്കും. പിന്നെ നമ്മൾ ഹയർ സെക്കൻഡറിയിലേക്ക് കടക്കുമ്പോൾ നമ്മൾ പ്രത്യേകമായ ചില കൈവഴികളായി സയൻസിന്റെ മാർഗത്തിൽ, കൊമേഴ്സിന്റെ വഴിയിൽ, സയൻസിൽ തന്നെ വ്യത്യസ്തമായ മാത്സും ബയോളജിയും ഹ്യൂമാനിറ്റീസും ഒക്കെ ആയിട്ട് ഇങ്ങനെ വേർതിരിക്കും. പിന്നെ അവിടെ നിന്ന് പോയാൽ ഒന്നുകൂടി നിങ്ങൾ വേർതിരിക്കും. സയൻസിൽ തന്നെ വ്യത്യസ്ത സയൻസുകൾ. ഇന്നാണെങ്കിൽ ഒരുപാട് ന്യൂ ബ്രാഞ്ചസ് ഓഫ് സയൻസ് നമ്മുടെ മുമ്പിലുണ്ട്. അപ്പൊ അതിലൊക്കെ നിങ്ങളുടെ അഭിരുചിക്കനുസരിച്ച മേഖല തിരഞ്ഞെടുത്താൽ നിങ്ങൾക്ക് ആ മേഖലയിൽ വിജയിക്കാൻ സാധിക്കും. ഈ പ്രായത്തിൽ SSLC ഫുൾ A+ ആണെങ്കിൽ, അല്ലെങ്കിൽ 2-3 വിഷയത്തിൽ A+ കുറവുണ്ടെങ്കിലും എന്റെ കണക്കിന് അതും ഒരു മികച്ച വിജയമായിട്ടാണ് ഞാൻ കണക്കൂട്ടുക. അവരെയും ഫുൾ A+ പോലെയാണ് ഞാൻ കാണാറ്. അപ്പോ ആ നിങ്ങൾക്ക് ഇന്ത്യയിൽ നിന്ന് ഏത് പരീക്ഷയും പാസ്സാകാൻ സാധിക്കും. അതിനുള്ള കപ്പാസിറ്റി, അതിനുള്ള പഠന മികവ്, പഠിക്കാനുള്ള, അത് ആർജിക്കാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ട്. അപ്പോ തികഞ്ഞ ലക്ഷ്യബോധത്തോടു കൂടി മുന്നേറുക. ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആയിഷ മേക്കോട്ടിൽ, പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CK ഹാരിസ്, മലപ്പുറം ജില്ലാ പഞ്ചായത്ത് അംഗം സാജിദ, ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ MV സിനി, സ്കൂൾ പ്രിൻസിപ്പൽ K ശിവകുമാർ, PTA പ്രസിഡന്റ് സെയ്ദ് ആലിക്കൽ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഫാസില, ഷീജാമോൾ, കരിയർ ഗൈഡൻസ് ആൻഡ് അഡോളസെന്റ് കൗൺസിലിംഗ് സ്റ്റേറ്റ് കോർഡിനേറ്റർ ഡോക്ടർ അസീം CM, ജില്ലാ കോർഡിനേറ്റർ V അനിൽകുമാർ, പെരിന്തൽമണ്ണ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ KT കുഞ്ഞിമൊയ്തു, സ്കൂൾ പ്രധാന അധ്യാപിക ബിന്ദു PS, SMC ചെയർമാൻ CK സക്കീർ, സ്റ്റാഫ് സെക്രട്ടറിമാരായ TP മുഹമ്മദ്, K സുഭാഷ് തുടങ്ങിയവർ പങ്കെടുത്തു. ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയെ ജില്ലാ ആശുപത്രി പദവിയിലേക്ക് ഉയർത്തണമെന്ന ആവശ്യം. പാലക്കാട് ജില്ലാ ആശുപത്രിയെ ജനറൽ ആശുപത്രിയാക്കി ഉയർത്താനിരിക്കെ ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയുടെ പദവി ഉയർത്തണമെന്നാണ് പൊതുവികാരം. വർഷങ്ങൾ പഴക്കമുള്ള ആവശ്യമാണ് ഇടവേളയ്ക്ക് ശേഷം വീണ്ടും സജീവമാകുന്നത്.
ഡോക്ടർമാരുടെയും ജീവനക്കാരുടെയും എണ്ണവും ചികിത്സാ സൗകര്യങ്ങളും വർദ്ധിപ്പിച്ചാൽ ജില്ലയുടെ പടിഞ്ഞാറൻ മേഖലയ്ക്കാകെ ഗുണകരമായി മാറുമെന്നാണ് വിലയിരുത്തൽ. നേരത്തെ തൃശൂർ വടക്കാഞ്ചേരി താലൂക്ക് ആശുപത്രിയെ ജില്ലാ ആശുപത്രി നിലവാരത്തിലേക്ക് ഉയർത്തിയ ഘട്ടത്തിൽ ഉയർന്ന ആവശ്യമാണിത്. പിന്നീട് ഇതു സംബന്ധിച്ച് കാര്യമായ ചർച്ചകളൊന്നും ഉയർന്നു വന്നില്ല. ജില്ലാ ആശുപത്രിയുടെ പദവി ഉയർത്താൻ സർക്കാർ തലത്തിൽ ധാരണയായതോടെ ഒറ്റപ്പാലം ആശുപത്രിയുടെ പദവി ഉയർത്തൽ കൂടി സജീവ ചർച്ചയാകുകയാണ്. സൗജന്യ ഡയാലിസിസ് കേന്ദ്രം ഉൾപ്പെടെ വിപുലമായ സേവനങ്ങളുള്ള ജില്ലയിലെ തന്നെ പ്രധാന സർക്കാർ ആശുപത്രിയാണ് ഒറ്റപ്പാലത്തേത്. കഴിഞ്ഞ ദിവസത്തെ താലൂക്ക് വികസന സമിതി യോഗം ഇക്കാര്യം സർക്കാരിനോട് ആവശ്യപ്പെട്ടു. പെരിന്തൽമണ്ണ പൂപ്പലത്തെ മത്സ്യമാർക്കറ്റിന് സമീപത്തെ റോഡ് പാടെ തകർന്നു. റോഡ് തകർന്ന മാസങ്ങളായിട്ടും അധികൃതർ അനാസ്ഥ തുടരുകയാണ്. പെരിന്തൽമണ്ണ നിലമ്പൂർ റോഡിൽ പൂപ്പലം മത്സ്യമാർക്കറ്റിന് സമീപം റോഡ് തകർന്നിട്ട് മാസങ്ങളായി. റോഡിന്റെ തകർച്ച പ്രദേശവാസികളുടെയും യാത്രക്കാരുടെയും പ്രതിഷേധത്തിന് ഇടയാക്കിയിരിക്കുകയാണിപ്പോൾ. ദിവസേന നിരവധി വാഹനങ്ങൾ പോകുന്ന ഈ ഭാഗത്തെ റോഡിലെ അപകടാവസ്ഥ പരിഹരിക്കാൻ ബന്ധപ്പെട്ട അധികൃതർ ഇനിയും നടപടികൾ സ്വീകരിക്കാത്തത് പ്രതിഷേധാർഹമാണെന്ന് വെൽഫെയർ പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു. മത്സ്യമാർക്കറ്റിന് മുന്നിലെ ഒരു ഭാഗത്ത് മാത്രമാണ് ഇന്റർലോക്ക് കട്ടകൾ പതിപ്പിച്ചിട്ടുള്ളത്. എന്നാൽ തകർന്നു കിടക്കുന്ന ബാക്കി ഭാഗങ്ങൾ അറ്റകുറ്റപ്പണി പോലുമില്ലാതെ അവഗണിക്കപ്പെട്ട സ്ഥിതിയാണ്. മഴക്കാലമായതിനാൽ റോഡ് കൂടുതൽ ശോചനീയാവസ്ഥയിലായി. ഗതാഗത തടസ്സങ്ങൾക്കും കാരണമായിട്ടുണ്ട്. ഇടയ്ക്ക് കോറി വേസ്റ്റും മറ്റും ഇടുന്നുണ്ടെങ്കിലും മഴ ശക്തമാവുന്നതോടെ റോഡ് പിന്നെയും പഴയ സ്ഥിതിയിലാകും. പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണണമെന്നാണ് യാത്രക്കാരുടെ ആവശ്യം. കേരള സംസ്ഥാന കർഷക തൊഴിലാളി യൂണിയൻ മണ്ണാർക്കാട് പയ്യനടം വില്ലേജ് സമ്മേളനം സംഘടിപ്പിച്ചു. മുൻ MLA കെ ശാന്തകുമാരി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. പയ്യനടം സോപാനം ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനത്തിൽ മുതിർന്ന നേതാവ് ആലിക്കൽ കുമാരൻ പതാക ഉയർത്തി. തുടർന്ന് നടന്ന പൊതുസമ്മേളനത്തിൽ കർഷക തൊഴിലാളി യൂണിയൻ പ്രതിനിധികൾ പങ്കെടുത്തു. മുൻ MLA കെ ശാന്തകുമാരി ഉദ്ഘാടനം ചെയ്തു. 10 വർഷം കറണ്ട് കട്ട് എന്താ നമുക്കറിയില്ലായിരുന്നു, ശരിയല്ലേ? പവർ കട്ട് എന്താണെന്ന് അറിയില്ലായിരുന്നു. ഇതിപ്പോൾ 15 മിനിറ്റിനകം 2 തവണയാണ് കറണ്ട് പോയത്. കറണ്ട് പോണതും അറിയില്ല, വരുന്നതും അറിയില്ല, എപ്പോഴാണ് പോണതും നമ്മളോട് പറയാറില്ല, മുൻകൂട്ടി അറിയിക്കാറുമില്ല. ഇതാണ് അവസ്ഥ. എന്തായാലും നിങ്ങളുടെ ഒരു വില്ലേജ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ വന്നിട്ട് നമുക്ക് പ്രസംഗം തുടങ്ങുമ്പോൾ കറണ്ടില്ലാത്തത് കൊണ്ട് മൈക്കിൽ സംസാരിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഈ ഒരു ദുരവസ്ഥ ഇവിടെ മാത്രമല്ല, കേരളത്തിൽ മുഴുവനും. മഴയില്ലാത്തത് കൊണ്ടാണ് കറണ്ടില്ലാത്തത് എന്ന് പറഞ്ഞ വൈദ്യുതി വകുപ്പ് മന്ത്രി ജനങ്ങളോട് പറഞ്ഞത് പ്രാർത്ഥിക്കാനാണ്. മഴ വരാൻ പ്രാർത്ഥിക്കാൻ പറഞ്ഞു കേട്ടോ. ഇപ്പൊ നമ്മൾ TV തുറന്നാൽ പത്തനംതിട്ട, കോട്ടയത്തൊക്കെ മഹാപ്രളയമാണ്. പ്രളയത്തിന് സമാനമായ രീതിയിലാണ് വന്നുകൊണ്ടിരിക്കണം. ടൗണ് മുഴുവൻ മുങ്ങി. 2018 സമാനമായ പ്രളയമാണ്. അപ്പൊ ആളുകളൊക്കെ വല്ലാണ്ട് പ്രാർത്ഥിച്ചത് കൊണ്ടാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും മന്ത്രി പറഞ്ഞ വാക്ക് ജനങ്ങൾ കുറെ പേരെങ്കിലും ഏറ്റെടുത്തിട്ടുണ്ടാവും. ആ മഴയൊന്നും നിർത്തിയാൽ മതി എന്നാണ് അവസ്ഥ. പി വിശ്വനാഥൻ, എ മുഹമ്മദ് അലി, PG ബാലൻ, കെ കമലം, KM ജമാൽ, വി പാലൻ എന്നിവർ പ്രസംഗിച്ചു. തുടർന്ന് AK അച്യുതനെ പ്രസിഡന്റായും PG ബാലനെ സെക്രട്ടറിയായും സമ്മേളനം ഐക്യകണ്ഠേന തിരഞ്ഞെടുത്തു. പട്ടാമ്പി താലൂക്ക് ആശുപത്രിയിലേക്ക് വാട്ടർ പ്യൂരിഫയർ നൽകി ഉസ്വാദുൽ ഹസന ചാരിറ്റി ഫൗണ്ടേഷൻ. മുഹമ്മദ് മൂസിൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. ജീവകാരുണ്യ സാന്ത്വന മേഖലയിൽ സേവനം നടത്തുന്ന ഉസ്വത്തുൻ ഹസ്ന ചാരിറ്റി ഫൗണ്ടേഷന്റെ നേതൃത്വത്തിലാണ് പട്ടാമ്പി താലൂക്ക് ആശുപത്രിയിലേക്ക് വാട്ടർ പ്യൂരിഫയറും വീൽചെയറും നൽകിയത്. ആശുപത്രി അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ മുഹമ്മദ് മുഹസിൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. പട്ടാമ്പി താലൂക്ക് ആശുപത്രിയിൽ നിലവിൽ നമുക്ക് താഴെ ഒരു വാട്ടർ ഫിൽറ്റർ ഉണ്ടെങ്കിലും രോഗികൾക്ക് പ്രത്യേകിച്ച് ഗുണകരമാകുന്ന രീതിയിൽ ഏറ്റവും ആധുനികമായിട്ടുള്ള സംവിധാനങ്ങളോട് കൂടിയിട്ടുള്ള ഒരു വാട്ടർ ഫിൽറ്റർ, അതോടൊപ്പം തന്നെ വളരെ ആശുപത്രിയിൽ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് ഈ വീൽ ചെയർ. ഇത് രണ്ടും ചാരിറ്റിയുടെ ഭാഗമായിട്ട് ഇവിടെ നൽകാൻ തീരുമാനിച്ച ഉസ്വത്തുൽ ഹസന ചാരിറ്റി ഫൗണ്ടേഷന്റെ ഭാരവാഹികൾ, അതിനുവേണ്ടി പണം കൊടുത്ത, അതിനുവേണ്ടി പ്രയത്നിച്ച മുഴുവൻ ആളുകളെയും ഈ ഘട്ടത്തിൽ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്, അവരോട് നന്ദി അറിയിക്കുക. തീർച്ചയായിട്ടും ഇത് വലിയ പ്രയോജനം ചെയ്യും എന്നതിൽ യാതൊരു സംശയവുമില്ല. നന്മ ചെയ്യുന്നത് അല്ലെങ്കിൽ നന്മ ചെയ്യുന്ന, മറ്റുള്ളവർക്ക് സേവനം ചെയ്യുന്നതിന്റെ ഉദാത്ത മാതൃകയാകുന്ന ആളുകളായിട്ടാണ്
ഉസ്വത്തുൽ ഹസന എന്ന് പറയുന്ന ഒരു സംവിധാനം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ ഒരു വലിയൊരു കൂട്ടായ്മ ഇത്തരത്തിലുള്ള സേവന പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയട്ടെ എന്ന് ആശംസിക്കാം. ഫൗണ്ടേഷൻ സംസ്ഥാന പ്രസിഡന്റ് ഷംനാഥ് മാസ്റ്റർ അധ്യക്ഷനായി. നഗരസഭാ കൗൺസിലർ സി സംഗീത, ആശുപത്രി ഹെഡ് നഴ്സ് സന്ധ്യ, ഡോക്ടർ മുസ്തഫ, നാസർ പട്ടാമ്പി തുടങ്ങിയവർ സംസാരിച്ചു. ഒരു ഇടവേള കൂടി. വാർത്തകൾ തുടരുന്നു. ഇനി വാണിജ്യ വാർത്തകൾ. വസ്ത്ര വ്യാപാര രംഗത്ത് പാരമ്പര്യവും പുതുമയുടെ പ്രൗഢിയും അവതരിപ്പിച്ച് വെഡ് ഇന്ത്യയുടെ ബ്രാൻഡ് ഷോറൂം പെരിന്തൽമണ്ണയിൽ ഓഗസ്റ്റ് 7 തുടക്കം. 50,000 ചതുരശ്ര അടി വിസ്തൃതിയിൽ ഹൈടെക്സിലെ 3 നിലകളിലാണ് വെഡ് ഇന്ത്യ മാൾ ഓഫ് വെഡ്സ് ഒരുങ്ങുന്നത്. ഉദ്ഘാടനത്തിന് മുന്നോടിയായി പ്രമുഖരുടെ സാന്നിധ്യത്തിൽ സോഫ്റ്റ് ലോഞ്ചിങ് നജീബ് കാന്തപുരം MLA നിർവഹിച്ചു. വെഡ്സ് ഇന്ത്യയുടെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഷോറൂമാണ് പെരിന്തൽമണ്ണയിൽ ഒരുങ്ങുന്നത്. ഓരോ തലമുറയ്ക്കും ഏറ്റവും അനുയോജ്യമായ ബ്രൈഡൽ കളക്ഷനും ഫാമിലി ഫാഷൻ വസ്ത്രങ്ങളുമെല്ലാം വെഡ്സ് ഇന്ത്യ അവതരിപ്പിക്കും. സ്ത്രീകൾ, കുട്ടികൾ, പുരുഷന്മാർ, മുതിർന്നവർ തുടങ്ങിയവർക്കെല്ലാം തിരഞ്ഞെടുക്കാവുന്ന വസ്ത്രങ്ങളുടെ എക്സ്ക്ലൂസീവ് ശേഖരമാണ് വെഡ്സ് ഇന്ത്യ പെരിന്തൽമണ്ണയിൽ അവതരിപ്പിക്കുന്നത്. ഓഗസ്റ്റ് 7 വെള്ളിയാഴ്ച വൈകിട്ട് 5 മണിക്ക് മുഖ്യമന്ത്രി VD സതീശൻ വെഡ്സ് ഇന്ത്യ ഉദ്ഘാടനം ചെയ്യും. ഉദ്ഘാടനത്തിന് മുന്നോടിയായുള്ള സോഫ്റ്റ് ലോഞ്ചിങ് നജീബ് കാന്തപുരം MLA നിർവഹിച്ചു. എല്ലാവർക്കും അവരുടെ സ്വന്തം മണ്ണെന്ന് തോന്നുന്ന ഫീലിംഗ് ആണ് ഈ പെരിന്തൽമണ്ണയുടെ ഏറ്റവും വലിയ പ്രത്യേകത. വെഡ്സ് ഇന്ത്യ അതിഥികളായിട്ടല്ല വരുന്നത്, നിങ്ങൾ ഈ മണ്ണിന്റെ ഭാഗമായിട്ട് തന്നെയാണ് വരുന്നത്. ഞങ്ങൾ പ്രൗഡ്ലി ഇൻവൈറ്റ് യു ടു ദി ഗ്രേറ്റ് ലാൻഡ്. കാരണം ഓരോ ദിവസവും വളർന്നുകൊണ്ടിരിക്കുന്നു. കേരളത്തിലെ പ്രധാന സിറ്റികളിലൊന്നായി പെരിന്തൽമണ്ണ മാറിയിരിക്കുന്നു. ഈ പെരിന്തൽമണ്ണയുടെ അടുത്ത എല്ലാ വികസന ചരിത്രത്തിലും വെഡ്സ് ഇന്ത്യയുടെ ഒരു സിഗ്നേച്ചർ കൂടി പതിയട്ടെ എന്ന വിശ്വാസത്തോടെ, ആശംസയോടെ എല്ലാവരും അനുമോദനങ്ങളും. 10% ഡിസ്കൗണ്ട് നൽകുന്ന പ്ലാറ്റിനം പ്രിവിലേജ് കാർഡ് ലോഞ്ചിങ് നഗരസഭാ ചെയർപേഴ്സൺ പച്ചേരി സുരയ്യ ഫാറൂഖ് നിർവഹിച്ചു. ആദ്യം മുൻ മന്ത്രി നാലകത്ത് സൂപ്പിക്കാണ് പ്ലാറ്റിനം പ്രിവിലേജ് കാർഡ് നൽകിയത്. നഗരസഭാ വൈസ് ചെയർപേഴ്സൺ MB ഫസൽ മുഹമ്മദ്, പ്രതിപക്ഷ നേതാവ് V രാഹുൽ, കൗൺസിലർ സബിത സുധി, ഹൈറ്റൻ മുഹമ്മദ് അലി തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ മേഖലകളിലെ പ്രമുഖർ സോഫ്റ്റ് ലോഞ്ച് ചടങ്ങിൽ പങ്കെടുത്തു. കേരളത്തിലെ പ്രമുഖ പട്ടണങ്ങളിൽ ലഭിക്കുന്ന ഷോപ്പിംഗ് അനുഭവങ്ങൾ പെരിന്തൽമണ്ണയിൽ വെഡ്സ് ഇന്ത്യ സമ്മാനിക്കും. ഏറ്റവും ഗുണമേന്മയിലും സെലക്ഷനിലുമുള്ള വസ്ത്രങ്ങൾ വിലക്കുറവിൽ നൽകാനാകുമെന്നും മാനേജിംഗ് പാർട്ണർമാരായ അസറുദ്ദീൻ, അൻവർ സാദിഖ്, അൻസാർ നസറുദ്ദീൻ, അൽ അമീൻ എന്നിവർ പറഞ്ഞു. ജനറൽ മാനേജർ TT ജോഷി, CEO മുഹമ്മദ് ഷാൻ, ഷോറൂം മാനേജർ ശരത് S തുടങ്ങിയവരും സന്നിഹിതരായിരുന്നു. ലോഞ്ചിങ്ങിന്റെ ഭാഗമായി ജൂലൈ 30 നെഹ്റു സ്റ്റേഡിയത്തിൽ നടന്ന ഹനാൻ ഷോയുടെ സംഗീത പരിപാടിയും പുതുവസ്ത്രങ്ങൾ അണിഞ്ഞ മോഡലുകളുടെ ഫാഷൻ ഷോയും കാണാൻ ആയിരങ്ങളാണ് എത്തിയത്. ഓഗസ്റ്റ് 7 വൈകിട്ട് നടത്തുന്ന ഉദ്ഘാടന ചടങ്ങിൽ MLA മാരായ നജീബ് കാന്തപുരം, മുഹമ്മദ് മൂസിൻ, BB ഗോപകുമാർ, അൽ മജ്നൂനി, അദ്നാൻ നാസർ, രാഹുൽ ഈശ്വർ, അൻസാരി സുഹദി, ആലപ്പുഴ തുടങ്ങിയ പ്രമുഖരും പങ്കെടുക്കുന്നുണ്ട്. ഉദ്ഘാടനത്തിന് 2.5 ലക്ഷം രൂപയുടെ സമ്മാനങ്ങൾ നൽകും. ഉദ്ഘാടന ദിവസമായ ഓഗസ്റ്റ് 7 അർദ്ധരാത്രി വരെ മിഡ്നൈറ്റ് ഫെസ്റ്റിവൽ നടക്കും. ഓഗസ്റ്റ് 8 രാവിലെ 10 മണി മുതൽ ഗ്രേറ്റ് ഷോപ്പിംഗ് ഫെസ്റ്റിവലിനായി ഷോറൂം തുറന്നിടും. Any short news.
കഴിഞ്ഞ ദിവസമുണ്ടായ ശക്തമായ മഴയിൽ നെല്ലായിൽ 150 വർഷം പഴക്കമുള്ള വീട് തകർന്നു. കുളപ്പട 1-ാം വാർഡിലെ പെരുമ്പൂര് നരേന്ദ്രൻ താമസിച്ചിരുന്ന വീടാണ് തകർന്നു വീണത്. ആർക്കും പരിക്കില്ല. ജില്ലാ പഞ്ചായത്ത് അംഗം PP അൻവർ സാദത്ത്, വാർഡംഗം ജസീല ടീച്ചർ എന്നിവർ സ്ഥലം സന്ദർശിച്ചു. നാശനഷ്ടങ്ങൾ വിലയിരുത്തി. മാരായമംഗലത്ത് മലബാർ കലാപത്തിന്റെ ദുരനുഭവങ്ങൾ നേരിട്ട കുടുംബങ്ങളിൽ അവശേഷിക്കുന്ന ചരിത്ര പ്രാധാന്യമുള്ള തറവാടുകളിൽ ഒന്നായിരുന്നു പെരുമ്പൂര് തറവാട്. പ്രധാന വാർത്തകൾ വീണ്ടും. കാലവർഷക്കെടുതി. പാലക്കാട് ജില്ലയിൽ വൈദ്യുതി മേഖലയിൽ മാത്രം 59.11 ലക്ഷം രൂപയുടെ നഷ്ടം. 0.14 ഹെക്ടർ സ്ഥലത്തെ കൃഷികൾ നശിച്ചു. 4 വീടുകൾ പൂർണ്ണമായും 45 വീടുകൾ ഭാഗികമായും തകർന്നു. ജൂലൈ 30 മുതൽ ആഗസ്റ്റ് 3 വരെയുള്ള കണക്കാണിത്. മഴയുടെ പശ്ചാത്തലത്തിൽ പട്ടാമ്പി നഗരസഭയിൽ ദുരന്ത നിവാരണ ഏകോപന സമിതി ചേർന്നു. കൂടുതൽ മുൻകരുതലുകൾ സ്വീകരിക്കുവാൻ തീരുമാനം. ഏത് അടിയന്തര സാഹചര്യവും നേരിടാൻ സജ്ജമെന്ന ചെയർമാൻ. കോട്ടോപ്പാടം കച്ചേരിപ്പറമ്പിൽ ജനവാസ മേഖലയിൽ വീണ്ടും കാട്ടാന. ആന വീട്ടുമുറ്റത്തു വരെ എത്തിയതായി പ്രദേശവാസികൾ. ദൃശ്യങ്ങൾ മൊബൈലിൽ പകർത്തി നാട്ടുകാർ. 100ഓളം വാഴകൾ ആന നശിപ്പിച്ചു. വാണിയംകുളത്ത് വീണ്ടും തെരുവ് നായ ആക്രമണം. കൂടുപൊളിച്ച് ആടിനെ കടിച്ചു കൊന്നു. ആട്ടിൻകുട്ടികളെയും കടിച്ചു. 10ലധികം തെരുവ് നായ്ക്കൾ ഒന്നിച്ചാണ് ആക്രമണം നടത്തിയതെന്ന് വീട്ടുടമ. ഗ്രാമസഭയ്ക്കെത്തിയവർക്ക് വാർഡ് മെമ്പറുടെ അപ്രതീക്ഷിത സമ്മാനം. അവരവർ ഇരുന്ന കസേരകൾ വീട്ടിലേക്ക് സമ്മാനമായി നൽകി. തെങ്കര പഞ്ചായത്തിലെ 3-ാം വാർഡ് മേലാമുറി അംഗം KP ജഹീഫാണ് അപ്രതീക്ഷിത സമ്മാനം പ്രഖ്യാപിച്ച് ഗ്രാമസഭയ്ക്കെത്തിയവരെ ഞെട്ടിച്ചത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.